ഗൈസ് ബിഗസ്റ്റ് പാസർഷിപ്പ് ഡ്രൈഡോക്ക്. ഡ്രൈഡോക്കിലെ ജോബ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ താഴേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഗൈസ് ഡ്രൈഡോക്ക് മെമ്മറീസ് ഇൻ ഇറ്റലി. ഇറ്റലിയിലെ ഡ്രൈഡോക്കിലാണ് ഇപ്പോൾ നമ്മൾ ഡോക്കിയിലുള്ളത്. ഇനി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രൈഡോക്ക് മെമ്മറീസ് ആണ്. സോ ഒരു 2 ആഴ്ചത്തെ ഷിപ്പ് മോഡിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് ഇറ്റാലിയൻ ഡ്രൈഡോക്ക്, അത് പലർമോ ഇറ്റലിയിലാണ് ഇപ്പോൾ ഷിപ്പ് ഉള്ളത്. സോ ഇതിവിടുത്തെ ഷിപ്പ് യാർഡാണ്, പലർമോ ഇറ്റലി. സോ ഒന്ന് രാവിലെ ഷിപ്പ് എത്തിയിട്ടുള്ളൂ. സോ ഇതൊക്കെ ഇപ്പോൾ കാണാൻ സാധിക്കും. വെള്ളം ഇപ്പോൾ എംറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ഇപ്പോൾ ഹാഫായിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബോട്ടം ലെവൽ കാണാൻ പറ്റും. ഇവിടുത്തെ ഷിപ്പ് യാർഡാണ് പലർമോ ഇറ്റലിയിൽ. നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡ്രൈഡോക്ക് മെമ്മറീസ്. ലൊക്കേഷൻ നല്ല അടിപൊളി ലൊക്കേഷനാണ്. ആ ഭാഗത്താണ് കുറച്ചും കൂടി പോകാനുണ്ട്. അവിടെയാണ് സിറ്റി വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ഒരു ഗ്യാങ് വേ ഒക്കെ ഇട്ടിട്ടുണ്ട്. 2 സൈഡിലും ഗ്യാങ് വേ ആണ്. ഇവിടെ ഒരു ഗ്യാങ് വേ കാണാൻ സാധിക്കും, ഇപ്പുറത്തെ സൈഡിൽ അടുത്ത ഗ്യാങ് വേ. സോ അതിലൂടെ ഇപ്പോൾ ആൾക്കാർ പാസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഫുള്ള് വെള്ളം എംറ്റി ആകുന്നത്. ഡ്രൈഡോക്കിലെ 2ാമത്തെ ദിവസത്തെ വ്യൂ ആണ് ഇപ്പോൾ കണ്ടുവന്നിരിക്കുന്നത്. വാട്ടർ വാഷിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിപ്പിൻ്റെ സൈഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നത്. വാട്ടർ വാഷിംഗ് ആണ്, അത് ഹൈ പ്രഷറിൽ വാഷ് ചെയ്യുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും ഫുള്ള് സാധനങ്ങൾ ലോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ ഡേ ആണ്. അപ്പോൾ ഷിപ്പിൻ്റെ താഴ്ഭാഗമൊക്കെ ഫുള്ള് ക്ലീനായി കഴിഞ്ഞു. വെള്ളമെല്ലാം പോയി. ഇപ്പോൾ ഗ്രൗണ്ട് ബോട്ടത്തിലാണ് നിൽക്കുന്നത്. കാണാൻ പറ്റും ഫുള്ളും വാട്ടർ എംറ്റി ചെയ്യിക്കുന്നത്. ഗൈസ് ഷിപ്പ് യാർഡ് ഡേ 3 ആയി കഴിഞ്ഞപ്പോൾ ഈ സൈഡിൽ കാണാൻ സാധിക്കും ഇതെല്ലാം ഷിപ്പിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം റിമൂവ് ചെയ്തു. ഫുള്ള് ഡസ്റ്റാണ്. ഇതാണ് ഗ്യാങ് വേ ഇട്ടേക്കുന്നത്. കാണാൻ സാധിക്കും ഫുള്ള് ക്ലിയറായി. വന്ന സമയത്ത് ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പോൾ എല്ലാം ക്ലിയറായിട്ട് എക്യുപ്മെൻറ്റ്സ് എല്ലാം കാണാൻ സാധിക്കും. അതൊക്കെ ഷോർ കണക്ഷനാണ് കാണുന്നത്. നല്ല ഡീപ്പാണ് താഴേക്ക്. ഇതാണ് ഇവിടുത്തെ യാർഡ്. ഇത് ഡേ 3 വ്യൂ ആണ് ഈ കാണുന്നത്. ഡേ 6 ഫുൾ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിലാണ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേ 6 വിഷ്വൽസാണ് ഈ കാണുന്നത്. സപ്പോർട്ടിങ് മുകളിൽ കയറ്റി കഴിഞ്ഞു. ട്രെയിനിലാണ് ലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലാണെല്ലാം ലോഡ് ചെയ്യുന്നത്. Go. Fuck! Sorry, ഇത് പൊള്ളണതാണ്. Guys, day 6 still ക്രെയിൻ ഓപ്പറേഷൻ, ലോഡിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടുത്തെ ക്രെയിൻ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. അവിടെ ഗ്യാങ് വേ 2 കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഷിപ്പിൻ്റെ സ്റ്റെബിലൈസർ, അതാണ് സ്റ്റെബിലൈസർ. ആ വിങ് കാണുന്നത് അതാണ് സ്റ്റെബിലൈസർ. ഇവിടെ ഓൾറെഡി വെൽഡിങ് ഷിപ്പിങ്ങൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഡേ 6 വ്യൂ ആണ്. ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായിട്ടുണ്ട്. ഇതാണ് ഡേ 6 വ്യൂ പറയുന്നത്. വർക്ക് സ്റ്റിൽ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രെയിനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. സൈഡൊക്കെ പെയിൻറ്റിങ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. സൈഡ് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൺട്രോൾ പാനൽ വരുന്നത് താഴെയും താഴെ നിന്നാണ്
പൊങ്ങിപ്പോയേക്കണം മുകളിലേക്ക്. ഇവിടെ നിന്നും ഇത്രയും ഹൈറ്റിലാണ് കാണുന്നത്. ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് താഴേക്ക് മൂവിങ്. കാണുന്ന എ സിയുടെ വാട്ടർ പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് എല്ലാം താഴെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. സിറ്റിയിൽ പെയിൻ്റ് അടിക്കുന്ന ജോബാണ് കാണുന്നത്. ഈ ക്രെയിൻ്റെ ലെങ്ത്ത് കാണാൻ സാധിക്കും. താഴെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റിലേക്കാണ് പോകുന്നത്. കാണാൻ സാധിക്കുന്നത് എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് സൈഡിൽ ഇപ്പോൾ ആളെത്തിയിട്ടുണ്ട്. അവിടെ എത്തി. ഒരു ഹൈറ്റിലേക്കാണ്, ഏറ്റവും ഹൈറ്റിലേക്കാണ് അത് പോകുന്നത്. മുകൾ സൈഡിലാണ് നിൽക്കുന്നത്. അവിടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷിപ്പിൽ. ഇതിൻ്റെ ടോപ്പിൽ നിന്നും താഴേക്കുള്ള ഇത്രയും വലിയ ക്രെയിനാണ്. താഴെ ഫുള്ള് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. സപ്പോർട്ടിൽ ഇത്രയും ഹൈറ്റ് താഴെ, അവിടെ നിന്ന് ടോപ്പ് ഹൈറ്റ്. आजा 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 अभी नहीं निकालेगा, अभी डालेगा ना ये वीडियो. अभी नहीं डालेगा, अभी पूरा मिक्स करके डालेगा. നമ്മുടെ ഡ്രൈ ഡോക്കിലെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സോ ഫൈനലി വെള്ളമെല്ലാം ഫില്ലായി. വാട്ടർ ഫില്ലിങ് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സോ ഇത്രയും താഴത്തെ പ്രീവിയസ് സെക്ഷൻ കണ്ടാൽ മനസ്സിലാവും താഴേക്കുള്ള ഡെപ്ത്. ഇത്രയും താഴെയാണ് നിൽക്കുന്നത്. സോ അവിടുത്തെ ആ ലൈനും ഓപ്പണായി. സോ അതാണ് ബാക്ക് പോർഷൻ. ബാക്ക് പോർഷനിൽ ഓപ്പണായി കഴിഞ്ഞു. ഇനിയിപ്പോൾ സീ ട്രെയിൽ റൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സീ ട്രേ ഒരു റൗണ്ട് പോയതിന് ശേഷം റിട്ടേൺ വരുന്നതാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഓപ്പൺ ആക്കിയതുകൊണ്ട് അവർക്ക് ചെക്കിങ്ങിന് വേണ്ടി സീ ട്രെയിൽ വേണ്ടി വരും. അതിന് വേണ്ടിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫുള്ള് വെള്ളം ഫില്ലായി കഴിഞ്ഞു. ലൈൻ അഴിക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ലൈൻ ഇപ്പം തന്നെ ഓപ്പൺ ആക്കും. പക്ഷേ ആ ബാക്ക് സൈഡിൽ കാണുന്ന 4 ലൈനും കൂടി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഷിപ്പ് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നതാണ്. സോ അത് ലൈൻ ഓപ്പൺ ആക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ ഡ്രൈ ഡോക്കെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഈ ഷിപ്പ് ഇപ്പോൾ പുറകിലേക്ക് എത്തിക്കഴിഞ്ഞിപ്പോൾ കാണാൻ സാധിക്കും. ഫൈനലി ഡ്രൈ ഡോക്കിലെ ഹുക്കെല്ലാം ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ പുറത്തെത്തി കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഷിപ്പിൻ്റെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് ഷിപ്പ് ഇതിൻ്റെ വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. കംപ്ലീറ്റിന് ശേഷം ആ രീതിയിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് ഷിപ്പിന് മുന്നോട്ട് പുഷ് ചെയ്തിറങ്ങും. ഇങ്ങനെ ഇവിടുത്തെ പരിപാടി ആണ്. പലർമോ, ഇറ്റലി.